ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒരു കർണാടകത്തിലെ ഒരു ബന്ദിനെ പറ്റി പറയാം. ഇത് എന്തിനാ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധുമായിട്ട് ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കിവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്മെൻറ്റും നമുക്ക് കാണാൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് റോഡിൻ്റെ മാത്രമല്ല, കംപ്ലീറ്റ് ഒരു സിറ്റി ഡെവലപ്മെൻറ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലെ കൂടി. ഇവിടെ ഈ ഒരു സംഭവം ഈ ഒരു സമയത്ത് 8 മണിക്ക് ശേഷമുള്ള റോഡിൽ റഷാണ്. ഒരു 3-4 മാസം മുമ്പ് നടന്ന ഒരു ബന്ധാണിത്. ഇവിടെ അധികം ബസ്സൊന്നും രാവിലെ ഒന്നും ഓടിയില്ല. കാരണം അക്രമങ്ങളുണ്ടായാൽ അതിൻ്റെ ഒരു അനുഭവം വളരെ ഭയങ്കരമായിരിക്കും എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് പക്ഷേ പോലീസുകാരെല്ലാം ഓരോരോ ജംഗ്ഷനിലും ബസ് സ്റ്റോപ്പിലും നിന്നത് കൊണ്ട് തന്നെ കൺട്രോളാക്കി. അതോടൊപ്പം ഇതിൻ്റെ ഇൻസൈഡ് നമുക്ക് സിറ്റിൻ്റെ ഇൻസൈഡ് കുറേ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ അടച്ചിട്ടുള്ളത്. കാരണം ഇന്ന് അവർ റെസ്റ്റ് എടുക്കുന്ന അത്. പക്ഷേ 10 മണിക്ക് ശേഷം ഇതിൻ്റെ കോൺസെൻട്രേഷനൊക്കെ നോക്കിയിട്ട് തുറക്കാനായിരിക്കും ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ കാണുന്നത് മെജസ്റ്റിക്കിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇത് ഏകദേശം നൃപ്പത്തുങ്ക, അതായത് ഈ എന്താണ് മല്ലേശ്വരം ആ സൈഡ്, അതായത് മല്ലേശ്വരം ആ റോഡ് ആണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെയാണ് അത്യാവശ്യം തിരക്കുള്ള ഏരിയ ആണ് ഈ ഒരു റോഡൊക്കെ. നമുക്കിന്ന് വളരെ വിജനമായി കാണാൻ തോന്നും, അതും 8 മണിക്ക് ശേഷം. എന്നാലും ബസ്സുകളൊക്കെ അത്യാവശ്യം ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്. ഇതുവരെ വലിയ അതിക്രമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആളില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കുറേ മലയാളീസ് ഏകദേശം ഇതിൻ്റെ തലേ ദിവസം തന്നെ നാട്ടിലേക്ക് പുറപ്പെടുണ്ടാവും. പിന്നെ അടുത്തുള്ള ഏകദേശം 10 മണിക്കൂർ ഇല്ലെങ്കിൽ അത്ര യാത്രാ ദൂരമുള്ളവരൊക്കെ നേരത്തെ പോയിട്ടുണ്ടാവും. ഇവിടേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സ്റ്റീൽ ബ്രിഡ്ജൊക്കെ ഉപയോഗിച്ച് ഉള്ള ഒരു പ്രത്യേക കൺസ്ട്രക്ഷൻ നമുക്ക് കാണാം. അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന വാളില്ലേ, ഈ വാളാണ് നമ്മുടെ വാളിൻ്റെ എത്ര ക്വാളിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ NH-60 വാളൊക്കെ ഡാമേജ് ആകാൻ കാരണം കണ്ടിന്യൂസ് ഉള്ള മണ്ണിൻ്റെ തിക്നെസ് കുറക്കും. അതും ഇളകിയ മണ്ണ്. അപ്പോൾ ഇളകിയ മണ്ണിൻ്റെ തിക്നെസ്സിന് കുറക്കുമ്പോൾ അത് ഫില്ലാക്കിയിട്ടുണ്ടെങ്കിൽ പറയേണ്ട കാര്യമല്ലോ. 2-3 ഫ്ലോറിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ ഓരോരോ സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ ഇളകി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അതപ്പോൾ മണ്ണ് താഴ്ന്നു പോവുകയും ചെയ്യും. അത് വയലിലൊക്കെ ഉള്ള സ്ഥിരം ഒരു അനുഭവമാണത്. അപ്പോൾ അതൊക്കെയാണ് നാട്ടിലും NH-60 തകർച്ചയ്ക്ക് കാരണം. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. കാരണം മഴയൊക്കെ വളരെ കുറവാണ്. 1/3 പോലും മഴ പെയ്യുന്നില്ല കേരളത്തിലേത് പോലെ. ഇടയ്ക്കൊക്കെ നല്ലൊരു മഴയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കൊന്നുമില്ല, അതങ്ങനെ ഒഴുകി പോവും. അപ്പോൾ നല്ലൊരു തെളിച്ചൊരു പ്രകാശമുള്ളൊരു മോർണിംഗ് ആണ്. അപ്പോൾ ട്രാഫിക്കൊക്കെ വളരെ ഫ്രീ ആയിട്ട് പോവാണ്. പിന്നെ ലീവായതുകൊണ്ട് തന്നെ ചിലരൊക്കെ സൈക്കിളൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ റെസ്ട്രിക്ഷനൊന്നും ഇല്ലാത്ത ഒരു ബന്ധാണ് ഇവിടെ കർണാടകത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മല്ലേശ്വരം സൈഡിലെത്തി. മല്ലേശ്വരം മന്ദിരി മാളിൻ്റെ എടുക്കുക. അവിടെ നമ്മൾ റൈറ്റിലേക്ക് എടുത്ത് മെജസ്റ്റിക്കിലേക്ക് പോകും. ലെഫ്റ്റിലേക്ക് എടുത്താൽ യശവന്ത്പുര ആ സൈഡിലേക്കെല്ലാം പോകും. എയർപോർട്ട് പിന്നെ മെട്രോ എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ വലിയ അടങ്ങാറൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇവിടെ യാത്ര ജീവിക്കാം ഈ ഒരു ഹർത്താൽ സമയത്ത്. കേരളത്തിലെ ഹർത്താൽ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ കണ്ട പോലെ ഭീഷണിയും അടിയും പുട്ടിയും ഒക്കെ, പിന്നെ അത് വേറെ കൂട്ടിയിടലും പഞ്ചറാക്കിയിടലും അതൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ നോർമലായി ഒരു വീക്കെൻഡിൽ നടത്തുന്ന ഒരു ചെറിയൊരു ഹർത്താൽ, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് മെട്രോയുടെ കീഴിൽ, മന്ത്രിമാൾ മെട്രോയുടെ കീഴിൽ കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റാണ്. ഇതാണ് മെട്രോ സ്റ്റേഷൻ, മെജസ്റ്റിക്, യശവന്ത്പൂർ ആ റൂട്ടിൽ പോകുന്നത്. സാധാരണ ദിവസങ്ങളിൽ, അതായത് വർക്കിംഗ് ഡേയ്സിൽ, ബന്ധില്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല ട്രാഫിക്, ഒന്നും കാണാൻ പറ്റില്ല. മുഷിഞ്ഞ ഒരു യാത്രാനുഭവമായിരിക്കും ഈ റോഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനോ അതിനുള്ള സമയം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജനങ്ങളുടെ ആ ഒരു പുറത്തിറങ്ങൽ കാരണം വളരെ കുറഞ്ഞ വെഹിക്കിൾസ്, പ്രൈവറ്റ് വെഹിക്കിൾസും ഗവൺമെൻറ് വെഹിക്കിൾ, അതായത് BMTC പോലുള്ള ബസ്സുകളൊക്കെ പുറത്തിറങ്ങിയെന്നുള്ളൂ. അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ മെജസ്റ്റിക്കിലേക്ക് പോകണം. മെജസ്റ്റിക്കിൽ നിന്ന് ബസ് മാറിക്കയറണം സാറ്റലൈറ്റിലേക്ക്. അപ്പോൾ ഇത് ഒരു
ജംഗ്ഷനാണ്. ഇവിടെ ചെറിയൊരു ട്രാഫിക് ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ബസ് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ് നിർത്തുന്ന ഒരു ഏരിയയും കൂടിയാണ്. അതായത് മെജസ്റ്റിക്കിൽ നിന്ന് ആളുകളെടുത്തിട്ട് ഇവിടെയൊക്കെയാണ് നിർത്തുക. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ നല്ല ട്രാഫിക് ഇവിടെ അനുഭവപ്പെടും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഒന്നുമില്ലാതെ നേരെ പോവുകയാണ്. നല്ല സ്ലോ ട്രാഫിക്. 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്തനിലൊക്കെ എത്താൻ പറ്റും. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരു ഗവൺമെൻറ്, അതായത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് BBMPൻ്റെ പ്രോപ്പർട്ടീസാണ് ഇതൊക്കെ നമ്മൾ വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ അത്യാകർഷമായ കളറാണ്. ഈ നീലയും വെള്ളയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കളർ. അതൊക്കെ അടിച്ച് ഈ വാളുകളൊക്കെ നല്ല വൃത്തിയായിട്ട് ഭംഗി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആർക്കും ഒന്നും മടുക്കൂല ബാംഗ്ലൂർ സിറ്റിയിൽ വന്നാലും. ഓരോ സമയത്ത് ഓരോ കൾച്ചറായിരിക്കും, ഓരോ വ്യൂസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിറ്റിയിലേക്കെല്ലാം കുറേ ബൈസിക്കിൾ റൈഡ് നടക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ഫോർ എ മോർണിംഗ് എക്സസൈസ്. അങ്ങനെ നമ്മൾ മെജസ്റ്റിക്കിലേക്ക് എത്തുന്നുണ്ട്. അവിടുന്ന് കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ വളരെ ഒരു ട്രാഫിക്കും ഇല്ലാത്ത ഒരു ഏരിയ, വളരെ കുറവ്. പക്ഷേ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് കുറേയേറെ ബസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളോട് കാണുന്നുണ്ട്. അപ്പോൾ ബസ് എന്താണെന്ന് വെച്ചാൽ ഇവർ സൈഡാക്കിയതാണ് ബസ്. ഒരു 5 മിനിറ്റ് കുറച്ച് നേരത്തെ വന്നുകൊണ്ട് സാധാരണ ലേറ്റായിരുന്നു വരുന്നത്. കാരണം ആൾക്കാരൊന്നുമില്ല, ബസ്സുകളൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ ടൈം ആയില്ല. ആ ടൈം ആകുമ്പോൾ മാത്രമേ ഇവർക്ക് പോകണ്ടു. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ലേറ്റ് അവരുടെ ടൈമിന് സ്റ്റാൻഡ് കയറ്റാനുള്ള പ്രതീക്ഷയിൽ നിന്നതാണ്. അപ്പോഴത്തേക്കും കുറേയേറെ ബസ്സുകൾ വന്നു പല ഏരിയകളിൽ നിന്ന്, ടൂറിസ്റ്റ് ബസ് അടക്കം. ഇവിടെയുള്ളത് വെച്ചാൽ കുറേയേറെ ഇലക്ട്രിക് ബസ്സിലേക്ക് മാറി. ആ കാണുന്നതൊക്കെ ഇലക്ട്രിക് ബസ്സാണ്. ടാറ്റയുടെയും അശോക് ലേലൻ്റെയും സ്വിച്ചിൻ്റെയും ഒക്കെ കുറേയേറെ ബസ്. പിന്നെയൊക്കെ ഡീസൽ ബസ്. ഇതൊക്കെ ഡീസൽ ബസ്സാണ് ഇവിടുത്തെ ഉള്ളത്. അതൊക്കെയാണ് ഈ ഒരു സിറ്റിയുടെ പ്രത്യേകത. ഈ ഒരു സിറ്റി സാധാരണ ഈ സമയത്ത് നല്ല ഒരു നോക്കാൻ പോലും പറ്റില്ല. ഇത് പിന്നെ എന്താണ് ഇൻട്രസ്റ്റേറ്റ് പോലുള്ള ബസ് സാരിക എന്ന് പറയും, സാധാരണ ബസ്. അപ്പോൾ എങ്ങനെയാണ് മെജസ്റ്റിക്കിലേക്ക് എത്തുന്നത് നമ്മൾ? അത് ഒരു ഇലക്ട്രിക് ബസ്സാണ്. സ്വിച്ചിൻ്റെ ബസ് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. സ്വിച്ച് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. പിന്നെ BBMPൻ്റെ ബസ് എല്ലാം ഇപ്പോഴും എന്താണ് അഡ്വർടൈസ്മെൻറ്റ് ബസ്സാക്കിയതുകൊണ്ട് അതൊന്നും തിരിയില്ല, നമ്പർ നോക്കിയാലും തിരിയില്ല. അങ്ങനെ ഒരു വല്ലാതൊരു കോലത്തിലല്ലേ. അപ്പോൾ നമ്മളിവിടെ ബസ് ഇറങ്ങുന്നത് പിന്നെ അതാ ഇവിടെ കണ്ടോ, അധികം ആൾ പോലും കുറവാണ്. ബൈക്കല്ല പോകുന്നത് ഇതിൽ കൂടി. സാധാരണ ബൈക്കൊന്നും പോകാറില്ല, അങ്ങനെ കയറാൻ പാടില്ല. കാരണം അത്രത്തോളം ബസ് ഉണ്ടാകുന്ന ഒരു ഏരിയ. എന്നാലും ബസ്സൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെജസ്റ്റിക് എന്ന ഒരു സിറ്റി ഒരു ബന്ധുദിനത്തിലുള്ളത്. വളരെ കുറഞ്ഞൊരു 10% ആൾ ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു 5% ആൾ മാത്രമേ ഇന്നുള്ളൂ. 5% ഇല്ല. ഇതൊന്നുമല്ല ആൾക്കാർ. 2% ഇല്ല. കാരണം ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന പിന്നെ TV ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം അന്നത്തെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് ബസ് ചെയ്ത് നമ്മൾ സാറ്റലൈറ്റിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേയേറെ കാഴ്ചകളാണ്. സാറ്റലൈറ്റ് റോഡ് മറ്റു റോഡിലേക്ക് കൂടി പോകണം. സാധാരണ മൈസൂർ റോഡിലേക്ക് ഡയറക്റ്റായിട്ട് കയറുന്നില്ല. അവിടെയും കുറേയേറെ നമുക്ക് ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റും. വളരെ കുറഞ്ഞ ട്രാഫിക്കിലേക്ക് കൂടി നമ്മൾ സാറ്റലൈറ്റിലേക്ക് പോവാണ്. ഇതൊക്കെ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാണാനുണ്ടാവും. റെയിൽവേ ട്രാക്കാണിത്, അതല്ല ഫ്ലൈ ഓവർ. ഇങ്ങനെ കുറേയേറെ ഫ്ലൈ ഓവറൊക്കെ വന്നിട്ടുണ്ട്. അതെങ്ങനെ എങ്ങനെയാണ് പോകുമെന്ന് അറിയില്ല. അപ്പോൾ ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു സിറ്റിയല്ല, മാറിക്കൊണ്ടിരിക്കുന്നത്. മന്ത്ലി നമുക്ക് വലിയൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. കുറേയേറെ അപ്പാർട്ട്മെൻറ്റ് ഈ മെജസ്റ്റിക്കിൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. മെജസ്റ്റിക്കിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം 2-3 കിലോമീറ്റർ ദൂരം. അതായത് ഇവിടെയൊക്കെയാണ് നമ്മുടെ ഈ ലുലു മോളൊക്കെ പുതുതായി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓപ്പൺ ആയത്. ഇത് നമുക്ക് ഈ റൂട്ടിൽ കൂടി കാണാൻ പറ്റും. പണ്ടത്തെ ബാംഗ്ലൂരേ അല്ല, കുറേയേറെ മാറി. ഈ ബ്ലൂ കളറിലൊക്കെയാണ് ഈ അട്രാക്ഷൻ നമുക്ക് കാണുന്നത്.
അപ്പോൾ നമുക്കിതെല്ലാം കാണാം. ലുലു ഹൈപ്പർ മാർക്കറ്റ് കണ്ടോ, അപ്പുറത്താണ്. കാരണം ഇതിന് പ്രത്യേക റൂട്ടെല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡയറക്റ്റ് നമ്മൾ നേരത്തെ കണ്ട ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, അത് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതാണ്, അണ്ടർപാസ്. അതെല്ലാം ഉണ്ട് ഇവിടെ. ഭയങ്കര സെറ്റപ്പാണ് സംഭവം. പക്ഷേ ചില സമയങ്ങളിൽ നല്ല ട്രാഫിക്കായിട്ട് കുടുങ്ങി പോകുന്ന എന്നുള്ള ഒറ്റ പ്രത്യേകതയുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഏറ് വെട്ടി ഇപ്പോൾ ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. ആൾക്കാർ വേറെ, രാഷ്ട്രീയക്കാർ വേറെ. അയ്യോ, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ കുറേ ആൾ ഇന്ന് പുറത്തിറങ്ങുന്നില്ല. കാരണം ഒന്നും ഉണ്ടായില്ല, ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാലും. കാരണം ഡെയിലി ട്രാഫിക്കും പിന്നെ തിരക്കുകളും അങ്ങനെയുള്ളതുകൊണ്ട് കുറേ ആൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ചാൾ നാട്ടിലൊക്കെ പോയി കാണും. പിന്നെ കുറേ പിന്നെ ഷോപ്പുകാർ പിന്നെ കച്ചവടക്കാർ അങ്ങനെയുള്ളവർ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്നത്, കുറച്ച് ലേറ്റായിട്ട് ഡിലേ ആയിട്ട് തുറന്നോളും. ഒരു 10 മണി 11 മണി ആൾക്കാരെ നോക്കിയിട്ട്. ഇല്ലെങ്കിൽ ഇന്ന് ക്ലോസ് തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം ക്ലോസ് ആക്കുന്നതിന് തെറ്റൊന്നുമില്ല. അത് എന്താണ്, എപ്പോഴെങ്കിലും വരുന്ന ഒരു ഹർത്താലാണ്. കൊല്ലത്തിൽ ഒന്നെങ്ങാനും ഹർത്താൽ കിട്ടും, അതും ഇങ്ങനെയൊരു ദിവസത്തിൽ. അങ്ങനെയുള്ളൊരു ദിവസമാണിന്ന്. കാരണം നാട്ടിലൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റൽ പോലെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ഒന്നും അങ്ങനത്തെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ മെജസ്റ്റിക്കെല്ലാം കഴിഞ്ഞ് ഇങ്ങ് മൈസൂറിൻ്റെ അടുത്താനാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ അപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പം ബാംഗ്ലൂർ, പഴയ ബാംഗ്ലൂരിലാണെന്നില്ല ഒരു വ്യൂസാണ് നമുക്കിവിടെ കാണുന്നത്. ആവശ്യമുള്ള ആരും പുറത്ത് വരും. അത്യാവശ്യം ഇല്ലാതെ കൊണ്ട് ആരും പുറത്തിറങ്ങുന്നില്ല എന്നതേ ഉള്ളൂ. അങ്ങനെ വലിയ അടങ്ങാറൊന്നുമില്ല. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് അത്രയും സ്ട്രിക്റ്റാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിനല്ലോ. കാരണം പൊതുഗതാഗതം തടസ്സപ്പെട്ടില്ലെന്ന് ഒന്നും അനുവദിക്കുകയല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഗോപാൽ മോളാന്ന് തോന്നുന്നു, അറിയില്ല. അങ്ങനെയല്ല, മെട്രോ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു റോഡ് നമുക്ക് കാണുന്നത്. അങ്ങനെ നമ്മൾ മൈസൂരിലേക്ക് എൻ്റർ ചെയ്ത് സാധാരണ കിടന്നതിന് വളരെ കുറഞ്ഞ ട്രാഫിക്കുള്ളൂ. അതേ സമയത്ത് സാധാരണ ദിവസങ്ങളിൽ ഇവിടെ നല്ല ട്രാഫിക്, സ്ലോ മൂവിങ് ആയിരിക്കും. ഇന്ന് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം എന്താണ്, വ്യൂസ് നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. ഡിമാർട്ട് മൈസൂർ റോഡിലുള്ളത്. അപ്പോൾ നമ്മൾ സാറ്റലൈറ്റൊക്കെ പോവാണ്. അപ്പോൾ എന്താണ് വിശേഷങ്ങൾ നമുക്കൊന്നും കൂടെ കാണാം. അത്രത്തോളം തിരക്കുകൾ ഇന്ന് വളരെ കുറവാണ്. ബസ്സുകളൊക്കെ മൈസൂരിലേക്കെല്ലാം ഉണ്ടാവും, വളരെ കുറഞ്ഞ തോതിൽ. കാരണം അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഏകദേശം നമ്മൾ മൈസൂർ സ്റ്റാൻഡിലെത്തി. സാറ്റലൈറ്റ് സ്റ്റാൻഡ് ഒക്കെ മൈസൂർ സ്റ്റാൻഡിലല്ല, മൈസൂർ സാറ്റലൈറ്റ് സ്റ്റാൻഡ്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള വ്യൂസാണ്. സാധാരണ ആൾക്കാർക്ക് തിങ്ങി നിറഞ്ഞ ഒരു തിരക്കുള്ള ഏരിയ. അന്ന് എന്താണ് പറയുക, ഒരു വല്ലാതെ കലബല ഏരിയ ആയിരുന്നു അതൊക്കെ. അപ്പോൾ ഇന്ന് ഒരു ട്രാഫിക് ഇത് സമരം ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഫ്രീ ആയി കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ കിട്ടി. അപ്പോൾ എന്താണ്, കുറേ കാലത്തിന് ശേഷം ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കുറേയേറെ ചെയ്യാനുണ്ട്. ഇതാണ് മൈസൂർ സാറ്റലൈറ്റ് സ്റ്റാൻഡ്. തമിഴ്നാട്ടിലേക്കും പിന്നെ കേരളത്തിലേക്കും നോർത്ത് സൈഡിലേക്ക് പിന്നെ അതേപോലെ സൗത്ത് കർണാടകയിലേക്കുമുള്ള ബസ് സ്റ്റാൻഡ്. ഒരുപാട് ബസ്സുകൾ നിർത്തിയിടുന്ന ഒരു സ്റ്റാൻഡ്. കണ്ടോ, പോലീസ് റൂട്ട് മറിച്ച് എന്തെങ്കിലും അക്രമം ഉണ്ടെങ്കിൽ അന്നേരം ആക്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇവിടെ. അപ്പോൾ ബസ്സുകളെല്ലാം വളരെ സേഫാണ്, ആൾക്കാരും. അപ്പോൾ നമ്മളിവിടെ വീട് സ്റ്റോപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. ബൈ ബൈ.